നിങ്ങൾക്ക് ദേശാഭിമാനിലോ കൈരളിയിലോ കൊടുക്കാനുള്ള ഉത്തരം വേണ്ട. അതിന് എന്നോട് ചോദിക്കണ്ട. ഞാൻ സംസാരിക്കുക, താങ്കളല്ല സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുക. ഞങ്ങളുടെ മുന്നണിയിൽ വെൽഫെയർ പാർട്ടി ഇല്ല. അതൊക്കെ പണ്ട് ജമായത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടിയിരുന്നത് പണ്ട് CPM ആണ്. 30 കൊല്ലക്കാലം ജമായത്ത് ഇസ്ലാമിയുടെ തോള കൈയിട്ടിട്ടാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ നടന്നത്. CPMന്റെ നേതാക്കന്മാർ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. എല്ലാ തെരഞ്ഞെടുപ്പിലും എനിക്കെതിരായിരുന്നു ജമായത്ത് ഇസ്ലാമി. ആ എല്ലാ തെരഞ്ഞെടുപ്പിലും LDFനാണ് ജമായത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തത്. ഇപ്പോൾ അവർ വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയത്. ആ പാർട്ടി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുതൽ UDFന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ മുന്നണിയിൽ വെൽഫെയർ പാർട്ടി ഇല്ല. ഞങ്ങളുടെ മുന്നണിയിലെ ഘടകകക്ഷിയോ അല്ലെങ്കിൽ അവർ ഞങ്ങളുടെ അസോസിയേറ്റ് പാർട്ടിയോ അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനത് ക്ലിയർ ചെയ്ത് പറഞ്ഞു. ഇനി നോ മോർ ക്വസ്റ്റ്യൻസ്. ഞാൻ ക്ലിയർ ചെയ്തു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ദേശാഭിമാനിലോ കൈരളിയിലോ കൊടുക്കാനുള്ള ഉത്തരം വേണ്ട. അതിന് എന്നോട് ചോദിക്കണ്ട. ഞാൻ ആൻസർ ചെയ്തെന്നേ. വേറെ ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കും. വേറെ ഏതെങ്കിലും ചോദ്യം ചോദിക്കാം. അത് നിങ്ങൾ ചോദിക്കണതിന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു പിന്നെ നിങ്ങൾ അത് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ പറയില്ല. വേറെ ആർക്കെങ്കിലും ചോദിക്കാം. ഇതിപ്പോൾ സ്ഥിരമായി വന്നിട്ട് ഞാൻ സംസാരിക്കുക. താങ്കളല്ല സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുക. അതിൻ്റെ ഇടയിൽ കയറി ഇല്ല നിങ്ങൾ എൻ്റെ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ആ മുഖ്യമന്ത്രിയോട് പോയിട്ട് ഇത് ചോദിക്കൂല. ഒരാളും ചോദിക്കൂല. നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്താൻ പറ്റില്ല. ഇത് ഞാൻ അതിഥിയായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തടസ്സപ്പെടുത്താനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ല. ഇപ്പോൾ ഒരു സ്ഥിരം ചെയ്യുന്നൊരു പരിപാടി, കൈരളിയിൽ നിന്നും ദേശാഭിമാനിയിൽ നിന്നും കുറേ റിപ്പോർട്ടർമാർ വരും. എന്നിട്ട് ബാക്കിയുള്ള റിപ്പോർട്ടർമാർക്ക് ചോദിക്കാൻ അവസരം പോലും കൊടുക്കാതെ ഇവർ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കും. ആ കിണിയിൽ ഞാൻ വീഴില്ല. മനസ്സിലായോ? വേറെ ആർക്കെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. എല്ലാം കഴിഞ്ഞു. നിങ്ങളുടെ കഴിഞ്ഞു. ഇനി വേറെ ആരെങ്കിലും ചോദിച്ചു.